Hi, good morning, my dear students. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഹൈലി കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് പ്രോബബ്ലി അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ലേണിംഗ്. ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ലേണിങ്ങിൻ്റെ ലേണിംഗ് തിയറി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. തിയറട്ടിക്കലായിട്ട് നമുക്ക് ഒരു ലേണബിലിറ്റിയെക്കുറിച്ച് മാത്തമാറ്റിക്കലി ആയിട്ട് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ലേണിംഗ് തിയറിയിൽ കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രോബബ്ലി അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ലേണിംഗ്, അതിന് നമ്മൾ PAC അല്ലെങ്കിൽ PAC ലേണിംഗ് എന്നും പറയും. അപ്പോൾ ഞാൻ ഈ കോൺസെപ്റ്റ് ഇതിനകത്ത് പല മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നൊട്ടേഷൻസിനെയൊക്കെ ഈക്വലൻ്റ് ആക്കി വെച്ചുകൊണ്ട് ഞാൻ ഒരു റിയലിസ്റ്റിക് എക്സാമ്പിളിൽ വെച്ചിട്ടാണ് ഞാനിത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആദ്യമേ നമ്മുടെ ആ എക്സാമ്പിളിലോട്ട് പോകാം. ആ എക്സാമ്പിളിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തുള്ള ഓരോ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റും കോറിലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ് us എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു കടപ്പുറം നമ്മൾ സങ്കല്പിക്കുക. കടപ്പുറത്ത് ഒരു ചാകര വന്നിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ഒത്തിരി മീൻ പിടിക്കുന്ന തൊഴിലാളികൾ മീനുകൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വരികയാണ്, കടപ്പുറത്ത് നിന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ ലെറ്റ് us assume that 2 ക്ലാസ് ഓഫ് മീനാണ് ഉള്ളത്. ബേസിക്കലി മത്തിയും അയിലയും ആണെന്ന് വിചാരിക്കുക. 2 കാറ്റഗറി ഓഫ് മീനാണ് അവർ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പ്രോബബ്ലി അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ലേണിംഗ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിൽ നമ്മൾ ആ കോൺസെപ്റ്റ് പറയാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന എക്സാമ്പിളിൽ 2 തരം മീനുകളാണ് അവരെടുത്തുകൊണ്ട് വരുന്നത്. അതിലൊന്ന് മത്തിയായിരിക്കും, വേറൊന്ന് അയിലയായിരിക്കും. 2 തരം മീനാണെന്ന് വെക്കുക. അപ്പോൾ ഞാൻ ഈ ലേണിംഗ് പ്രോബ്ലത്തെ ഞാനിങ്ങനെ അസ്യൂം ചെയ്യുന്നു. എങ്ങനെയാണ്? ടു ഐഡൻറ്റിഫൈ വെദർ ഈ 2 മീനിൽ റാൻഡമായിട്ടൊരു മീൻ എടുത്തു കഴിഞ്ഞാൽ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം, ഇത് മത്തിയാണോ അയിലയാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തെ നമുക്ക് വേണമെങ്കിൽ ഒരു ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്ന് പറയുക. ഇനി വി ആർ മേക്കിംഗ് സം അസംഷൻസ് എന്ന് പറഞ്ഞാൽ മീനുകളുടെ വലിപ്പം ചെറിയ മീൻ മുതൽ വലിയ മീൻ വരെ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മത്തിയാണെങ്കിൽ ചെറിയ മത്തി മുതൽ ഒരു വലിയ സൈസ് മത്തി വരെ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ അയിലയാണെങ്കിൽ ചെറിയ അയില മുതൽ ഒരു വലിയ സൈസ് അയില വരെ കിട്ടുന്നുണ്ട്. അതാണ് നമ്മളുടെ പ്രോബ്ലം. നമ്മൾ ഇതിനകത്ത് ലേൺ ചെയ്യാനായിട്ട് നമ്മളൊരു മെഷീൻ ലേണിങ്ങിനകത്ത് നമ്മളിതിനകത്ത് ലേൺ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന 2 ഫീച്ചേഴ്സാണ്. ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ദ ലെങ്ത് ഓഫ് ദ ഫിഷ്, അടുത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിഷിൻ്റെ വിഡ്ത്ത്. ഇത് 2 ഫീച്ചറായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, മത്തിയും അയിലയും എന്ന് പറഞ്ഞ 2 മീനിനെ അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ യു ആർ പ്ലോട്ടിങ് ഇറ്റ് ഇൻ എ ഗ്രാഫ്, എ 2 ഡയമെൻഷണൽ ഗ്രാഫ്. ഞാൻ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഓരോ കാറ്റഗറി, ഓരോ മീനിനെയും നമുക്കിങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. ഓരോ മീനിൻ്റെയും വെയിറ്റ് ആയിട്ട് നമുക്കൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, മൊത്തം 1000 മീനുണ്ടെന്ന് വിചാരിക്കുക. മത്തി അയില ഉൾപ്പെടെ 1000 മീനുണ്ടെന്ന് വിചാരിക്കുക. ഈ 1000 മീനിൽ കുറച്ച് മീന് 10 മുതൽ 20 ഗ്രാം വരെ സൈസുള്ള ഒരു 50 മീനുണ്ടെന്ന് വിചാരിക്കുക. സോ ദ പെർസെൻറ്റേജ് ഓഫ് 50/1000 ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഫിഷ് ഹൂ ഈസ് വെയിങ് ബിറ്റ്വീൻ 10 to 20. ഓക്കെ, സിമിലർലി 20 to 30, സിമിലർലി 30 to 40. അപ്പോൾ 10 മുതൽ 20 ഗ്രാം വരെ വെയിറ്റുള്ള മത്തിയെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു. അത് ടോട്ടൽ സാമ്പിളിൻ്റെ ഇത്ര ശതമാനം വരുന്നു. സോ അതിന് നമുക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓർ എ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ യു വിൽ ഗെറ്റ് എ കർവ് സംവാട്ട് ലൈക്ക് ദിസ്. ഐ വിൽ ജസ്റ്റ് ഡ്രോ ദ കർവ്. സോ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് എ and then you can write as a curve like this. ഇതിനകത്ത് എക്സ് ആക്സിസിൽ നമ്മൾ കൊടുക്കുന്നത് വെയിറ്റ് ആണ്, വെയിറ്റ് ഓഫ് ദ ഫിഷ് W. Y ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്
percentage of sample, and let us be denoted as P. So, നമ്മളൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ടാക്കുന്നു. സോ ആ ഫംഗ്ഷൻ്റെ y ആക്സിസിൽ എന്തായിരിക്കും? പെർസെൻറ്റേജ് ഓഫ് ദി സാമ്പിൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് x ആക്സിസിൽ 10നും 20നും ഇടയ്ക്ക് എത്ര ശതമാനം വന്നു, 20-30 ഗ്രാമിന് ഇടയ്ക്ക് വെയിറ്റുള്ള മീനുകൾ എത്ര ശതമാനം വന്നു, 30-40നും ഇടയ്ക്കുള്ള മീനുകൾ എത്ര ശതമാനം വന്നു. അങ്ങനെ ലെറ്റ് us assume that ഒരു മീനിൻ്റെ മാക്സിമം വെയിറ്റ് 100 ഗ്രാംസ് വരെ വരുന്ന രീതിയിൽ എടുത്തു എന്ന് വിചാരിക്കും. സോ you will get a probability distribution curve, density curve corresponding to the entire sample. ഇതാണ് പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ ഞാൻ ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞാൻ പ്രോബബ്ലി അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ലേണിംഗ് എന്താണെന്നും അതിനെപ്പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ അതിൻ്റെ ഓരോ കോൺസെപ്റ്റിലോട്ട് പോകാം. നമ്മൾ ഈ എക്സാമ്പിൾ നമ്മുടെ മനസ്സിലുണ്ടാകണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഇതിൻ്റെ കോൺസെപ്റ്റുകൾ വളരെ വ്യക്തമായി നിങ്ങളുടെ മനസ്സിൽ പതിയത്തുള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ പ്രോബബ്ലി അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ലേണിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. പ്രോബബ്ലി അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ലേണിംഗ് ഈസ് എ ഫ്രെയിം വർക്ക് ഫോർ മാത്തമാറ്റിക്കൽ അനാലിസിസ് ഓഫ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ്. ഇത് പാക്ക് ലേണിംഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? മെഷീൻ ലേണിംഗ് അൽഗോരിതത്തെ മാത്തമാറ്റിക്കലി അനലൈസ് ചെയ്യാനാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇതിനകത്ത് 100 സാമ്പിൾ സെറ്റിൻ്റെ സൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ മീനിൻ്റെ സൈസ് 100 സാമ്പിൾ സെറ്റിൻ്റെ സൈസ്. അതിനകത്ത് റാൻഡമായിട്ട് നമ്മളൊരു 10 അല്ലെങ്കിൽ ഒരു 50 സാമ്പിൾ എടുത്ത് ഒരു മെഷീൻ ലേണിങ്ങിലിട്ട് ട്രെയിൻ ചെയ്യിക്കുകയാണ്. ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആ സാമ്പിളിന് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഓരോ മീനിൻ്റെയും ലെങ്തും വിഡ്ത്തുമാണ് നമ്മളതിൻ്റെ ഫീച്ചറായിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഒരു 50 സാമ്പിൾ എടുത്ത് നമ്മളത് കൊടുത്തു, അതാണ് കേസ്. അപ്പോൾ കൊടുക്കുമ്പോൾ എന്താണ്, ഈ 50 സാമ്പിള് നമ്മൾ എടുത്തതിൻ്റെ അതിന് നമുക്കൊരു ട്രെയിനിങ് ഡേറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ട്രെയിനിങ് ഡേറ്റ വെച്ച് മെഷീൻ ലേണിംഗ് അൽഗോരിതം ഒരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ അടുത്ത ഒരു 100 മീനുകൾ വേറെ എടുക്കുക, റാൻഡമായിട്ട് അടുത്ത ഒരു 100 മീൻ എടുക്കുകയാണ്. അതിനകത്ത് മത്തിയും കാണും അയിലയും കാണും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ലെങ്തും വിഡ്ത്തും ഇതിനകത്തോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുന്നു, ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നു. ട്രെയിൻ ചെയ്യാൻ കൊടുക്കുമ്പോൾ എന്താണ്? എഗെയിൻ യു വിൽ ഗെറ്റ് അനദർ hypothesis that relates between these two variables. അങ്ങനെ it will go like this. ഓക്കെ, അപ്പോൾ അതാണ് you will have a set of hypothesis. അപ്പോൾ നമ്മൾ ഇതാണ് അതിൻ്റെ ഒരു സിനാരിയോ. ഞാനത് ഇച്ചിരി കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയാൻ പോവുകയാണ്. This probably approximately correct learning was proposed by Leslie Valiant in 1984. In this framework, the learner receives samples and must select a hypothesis from a certain class of hypothesis. അപ്പോൾ മാത്തമാറ്റിക്കൽ അനാലിസിസ് നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പല ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ റാൻഡമായിട്ട് 50 എണ്ണം എടുത്തിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന വി വിൽ ഗെറ്റ് എ സെറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ്. അതിനകത്തുനിന്ന് ഏറ്റവും ബെസ്റ്റ് ഹൈപ്പോത്തിസിസ് ഏതാണ് എന്ന് തിരഞ്ഞെടുക്കണം. ഏറ്റവും ബെസ്റ്റ് ഹൈപ്പോത്തിസിസ് എങ്ങനെയാണെന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും? നമ്മൾ ഈ ട്രെയിനിങ് ചെയ്തതിന് ശേഷം നമ്മൾ ടെസ്റ്റ് ഡേറ്റ ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും എറർ ഏറ്റവും കുറവ് വരുന്നതാണ് ബെസ്റ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. സോ അതാണ് ആ ഒരു കോൺസെപ്റ്റാണ് പ്രോബബ്ലി അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ലേണിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യുന്നത്. സോ ലെറ്റ് us ടേക്ക് ദിസ് കേസ് വൺ ബൈ വൺ. നമ്മൾ ഈ PAC ലേണബിലിറ്റി ഉപയോഗിക്കുമ്പോൾ ലെറ്റ് എക്സ് ബി എ സെറ്റ് കോൾഡ് ദ ഇൻസ്റ്റൻസ് സ്പേസ് വിച്ച് മേ ബി ഫിനിറ്റ് ഓർ ഇൻഫിനിറ്റ്. ഫോർ എക്സാമ്പിൾ എക്സ് മേ ബി ദ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ. നമ്മൾ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിനിന് പകരം നമ്മൾ മീനിൻ്റെ കേസ് എടുക്കുക. 1000 മീനുകളുണ്ട്, മത്തി അയില ഉൾപ്പെടുന്ന 1000 മീനുണ്ട്. സോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഫിഷസ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ ദ സെറ്റ് ഈസ് 1000. ലെറ്റ് us assume that. ഓക്കെ, ഇനി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ആസ് വി ഹാവ് എക്സ്പ്ലെയിൻ വിത്ത് ദ പ്രീവിയസ് എക്സാമ്പിൾ. എ കൺസെപ്റ്റ് ക്ലാസ് C for x is a family of functions C. X gives 0, 1. Function returns either a value 0 or 1. A member of C is called a concept. A concept can be also thought of as a subset of X. If C is a subset of X, it defines a unique function mu C X such that 0, 1 as follows. Mu C of X is equal to 1 if X belongs to C which is equal to 0 otherwise. ഈ കോൺസെപ്റ്റ് ഞാൻ ഇച്ചിരി കൂടെ
അപ്പോൾ കൺസെപ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സിൻ്റെ ഒരു സബ്സെറ്റാണ്. ഇപ്പം ഞാൻ അസ്യൂം ചെയ്യുകയാണ് 1000 ടോട്ടൽ സാമ്പിൾ ഫിഷിൻ്റെ സാമ്പിൾസ് എത്രയാണ്? 1000 അതിന് ഞാൻ അസ്യൂം ചെയ്യുകയാണ് 250 അയില എന്ന് പറഞ്ഞ കാറ്റഗറി ഫിഷ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ കൺസെപ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സി വിച്ച് കണ്ടെയ്ൻസ് എ കാറ്റഗറി. അയില എന്ന് പറഞ്ഞ ഫിഷ് കാറ്റഗറി വരുന്നതാണ് കൺസെപ്റ്റ് ക്ലാസ്. ഇനി അയില അല്ലാത്ത കൺസെപ്റ്റ് ക്ലാസ്സിൽ വരുന്ന ഏതാണ്? മത്തി. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഈ ടോട്ടൽ ഇതിനകത്ത് ഞാനൊരു 100 സാമ്പിൾ എടുത്തു. ഓക്കെ, 1000 ഇതിൽ ഒരു 100 സാമ്പിൾ എടുത്തു. ഈ 100 സാമ്പിളിൽ 25 സാമ്പിൾ അയിലയും 75 സാമ്പിൾ മത്തിയുമാണെന്ന് വിചാരിക്കുക. റാൻഡമായിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കൺസെപ്റ്റ് ക്ലാസ്സിൽ സിയിൽ എന്ത് വരും? അയിലയുടെ 25 മെമ്പേഴ്സ് ഉള്ള അയിലയാണ് കോൺസെപ്റ്റ് ക്ലാസ് സി എന്ന് പറയുന്നത്. 75 എണ്ണമുള്ള മത്തിയാണ് അതിന് വെളിയിലുള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ എന്താണ്? എ മെമ്പർ ഓഫ് സി ഈസ് കോൾഡ് ആസ് കോൺസെപ്റ്റ്. അതായത് അതിനകത്തുള്ള ഓരോ അയിലയും നമ്മൾ എന്തായിട്ട് പറയും? ഒരു കോൺസെപ്റ്റ് ആയിട്ട് പറയുന്നു. സോ എ കോൺസെപ്റ്റ് ക്യാൻ ഓൾസോ ബി തോട്ട് ഓഫ് ആസ് എ സബ്സെറ്റ് ഓഫ് സി. അപ്പോൾ സബ്സെറ്റ് ഓഫ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഹോൾ സാമ്പിൾ സ്പേസിലെ ഒരു സബ്സെറ്റാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കോൺസെപ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? അതൊരു ഫംഗ്ഷനാണ്. അതിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഡിഫൈൻസ് എ യുണീക്ക് ഫംഗ്ഷൻ. ആ കോൺസെപ്റ്റിനകത്തുള്ള ഇപ്പം ഈ സപ്പോസ് ഞാനൊരു മീൻ എടുത്തു. ആ മീൻ അയിലയാണെങ്കിൽ മ്യൂ ഓഫ് ദാറ്റ് മീൻ ഈസ് ഈക്വൽ ടു 1. സോ മ്യൂ സി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫിഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ സ്മോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റാൻഡമായിട്ട് ഒരു മീൻ എടുക്കുന്നു, സാമ്പിളിൽ നിന്ന് എടുക്കുന്നു. അതെടുത്തിട്ട് അത് അയിലയാണെങ്കിൽ എന്താണ്? ഇറ്റ് ബിലോങ്സ് ടു ദ ക്ലാസ് സി. അല്ല, 0 ആണെങ്കിൽ ഇറ്റ് ബിലോങ്സ് ടു ഇറ്റ് ഈസ് നോട്ട് ബിലോങ്ങിങ് ടു ക്ലാസ് സി. അപ്പോൾ അതാണ് മ്യൂ സി ഓഫ് എക്സ്. ഫോർ ഓൾ എലിമെന്റ്സ് ഇൻ സി, മ്യൂ സി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ബിലോങ്സ് ടു സി. ഇനി അടുത്ത ഒരു എ ഹൈപ്പോത്തിസിസ് എച്ച് ഈസ് ഓൾസോ എ ഫംഗ്ഷൻ. സോ ആസ് ഇൻ ദ കേസ് ഓഫ് കോൺസെപ്റ്റ്സ്, a hypothesis can also be thought of as a subset of X. H will denote a set of hypotheses. ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പോൾ 1000 സാമ്പിൾ ഉണ്ട്. ഞാൻ അതിൽ നിന്ന് 100 സാമ്പിൾ റാൻഡമായിട്ട് എടുത്തു. അതെടുത്തിട്ട് ഒരു മെഷീൻ ലേണിംഗ് മോഡലിനെ ട്രെയിൻ ചെയ്തു. ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ വാല്യൂസാണ് കൊടുക്കുന്നത്? ഇൻപുട്ട് വാല്യൂസ്, അതിൻ്റെ ലെങ്തും വിഡ്ത്തും കൊടുത്തു. അത് അയിലയാണെങ്കിൽ അയില, മത്തിയാണെങ്കിൽ മത്തി, അത് അതിൻ്റെ ഔട്ട്പുട്ട് ലേബൽ ചെയ്ത് കൊടുത്തു. ഓക്കെ, നമ്മളൊരു 100 സാമ്പിൾ കൊടുത്തു കഴിയുമ്പോൾ ഈ സാമ്പിളിനെ വെച്ചിട്ട് മെഷീൻ ലേണിംഗ് മോഡൽ എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ ജനറേറ്റ് എ ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ആൻ ഇക്വേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ലെങ്ത് ആൻഡ് വിഡ്ത്ത്. ഓക്കെ, ടു ഐഡൻറ്റിഫൈ വെദർ ഏതാണ് ആ മീൻ അയിലയാണോ മത്തിയാണോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇത് പറ്റും. അതാണ് സിമ്പിൾ. അപ്പോൾ ഹൈപ്പോത്തിസിസ് ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ദാറ്റ് റിട്ടേൺസ് 1. നമ്മൾ ഈ ഹൈപ്പോത്തിസിസ് നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത്? ഒരു ടെസ്റ്റിംഗ് സാമ്പിൾ എടുക്കും. അതായത് ഈ നമ്മളുടെ ട്രെയിനിങ് ഡാറ്റ അല്ലാത്ത ഒരു ടെസ്റ്റിംഗ് ഡാറ്റ ഇതിൽ നിന്ന് എടുക്കും. അതിനകത്ത് ഈ ഹൈപ്പോത്തിസിസ് അപ്ലൈ ചെയ്യും. അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നോക്കും. വി അസ്യൂം ദാറ്റ് എഫ് ഈസ് ആൻ ആർബിട്രറി ബട്ട് ഫിക്സഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ എക്സ്. സോ എഫ് ഈസ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓവർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദിസ് ഈസ് ദ ഈ പെർട്ടിക്കുലർ എക്സാമ്പിൾ വെച്ച് നമുക്ക് കോറിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ഈ മീനിനെല്ലാം നമ്മൾ മീനിൻ്റെ വെയ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി, ഫോർ എക്സാമ്പിൾ ഈ മീനിൻ്റെ വെയ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഇതിനെ പ്ലോട്ട് ചെയ്യുകയാണ്. ടോട്ടൽ സാമ്പിളിലെ എത്ര % 10 ഗ്രാമിനും 20 ഗ്രാമിനും ഇടയ്ക്ക് വരുന്നു. അടുത്ത 20-നും 30-നും ഇടയ്ക്ക് എത്ര % വരുന്നു? 30-നും 40-നും ഇടയ്ക്ക് വെയിറ്റ് ഉള്ള എത്ര % വരുന്നു? സോ ഇറ്റ് വിൽ ഫോം എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ട് ഡെൻസിറ്റി function you will get. Okay, that gives the probability that ഇത്ര വെയിറ്റ് ഉള്ള ഒരു സാധനം കിട്ടാനായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. സോ ദിസ് ഈസ് അപ്പോൾ ഇത് ദ എൻറ്റയർ സാമ്പിൾ സ്പേസ് ബിലോങ്സ് ടു എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് എന്ന് പറയും. സോ ദിസ് കർവ് ഈസ് ആക്ച്വലി വാട്ട് ഈസ് കോൾഡ് ആസ് എഫ്. ഇനി training samples are obtained by taking random samples from X. എങ്ങനെ ട്രെയിനിങ് സാമ്പിൾസ്? ഞാൻ നേരത്തെ പറഞ്ഞു 1000 സാമ്പിൾസ് ഉണ്ട്. അതിൽ നിന്നൊരു 100 എണ്ണം റാൻഡമായിട്ട് എടുത്തു.
we assume that the samples are randomly generated from X according to the probability distributed function. ഈ probability distribution functionൽ randomly generate ചെയ്യുന്ന samples ആണെന്ന് ഞാൻ assume ചെയ്യുകയാണ്. ഇനി ഞാൻ PAC learnabilityയുടെ definition ആണ് പറയുന്നത്. ഇത്രയും കോൺസെപ്റ്റ് ഉപയോഗിച്ച് അതിനകത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? X എന്ന് പറഞ്ഞ സാമ്പിൾ സ്പേസ്, C എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, H എന്ന് പറഞ്ഞ ഹൈപ്പോത്തിസിസ്, പിന്നെ F എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇത്രയും 4 കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. അതിനകത്ത് C എന്താണെന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിലുള്ള മെമ്പേഴ്സിനെല്ലാം C ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാൻ PAC ലേണബിലിറ്റിയുടെ ഡെഫിനിഷൻ ഒന്ന് പറയുകയാണ്. ലെറ്റ് X ബി ആൻ ഇൻസ്റ്റൻസ് സ്പേസ്, C a concept class for X, H a hypothesis in C, and F an arbitrary but fixed probability distribution. The concept class C is said to be PAC learnable if there is an algorithm A which for samples drawn with any probability distribution F and any concept C belongs to C with a high probability produce a hypothesis H which belongs to C whose error is small. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ കുറേ ഡാറ്റ എടുത്തു. ആദ്യമേ നമ്മൾ റാൻഡമായിട്ട് 100 സാമ്പിൾ എടുത്തു, അതിനെ ട്രെയിൻ ചെയ്തപ്പോൾ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കി. ഈ ഹൈപ്പോത്തിസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണ്. ഏതുപയോഗിച്ചാണ്? ടെസ്റ്റിംഗ് ഡാറ്റ ഉപയോഗിച്ച്. ഈ ഹൈപ്പോത്തിസിസ് നല്ല ഹൈപ്പോത്തിസിസ് ആയിരിക്കാം, ഈ ഹൈപ്പോത്തിസിസ് വീക്ക് ഹൈപ്പോത്തിസിസ് ആയിരിക്കാം. നല്ല ഹൈപ്പോത്തിസിസ് ആണെങ്കിൽ എന്താണ്? അതിൻ്റെ എറർ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ എറർ മിനിമം ആയിരിക്കും. ഓക്കെ, അങ്ങനെ എറർ മിനിമം ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലേണിംഗ് അൽഗോരിതം ഉണ്ടെങ്കിൽ ആ ലേണിംഗ് അൽഗോരിതത്തെ നമ്മൾ PAC ലേണബിൾ അൽഗോരിതം എന്ന് പറയാം. അപ്പോൾ ആ കൺസെപ്റ്റ് ക്ലാസ്സിനെ നമ്മൾ എന്ത് പറയുന്നു? സെറ്റ് ടു ബി PAC ലേണബിൾ എന്ന് പറയാം. അതായത് നമ്മൾ ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ നമ്മൾ ഒരു 100 മീൻ എടുത്തു, അതിൽ വെച്ച് ട്രെയിൻ ചെയ്തപ്പോൾ ഒരു ഹൈപ്പോത്തിസിസ് കിട്ടി. ഓക്കെ, ആ ഹൈപ്പോത്തിസിസ് ഞാൻ ബാക്കി ഒരു 300 മീൻ വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന് 300 മീൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് 280 മീനും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു, 20 മീൻ തെറ്റായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. സോ വി വിൽ ഗെറ്റ് ആൻ എറർ ആസ് the accuracy is 280/300 into 100. That is the accuracy. Okay. ഇനി ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നെയും ഞാൻ അടുത്ത ഒരു 100 സാമ്പിൾ റാൻഡമായിട്ട് എടുത്തു, അതിനെ പിന്നെയും ട്രെയിൻ ചെയ്തു. അത് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഹൈപ്പോത്തിസിസ് ആണ്. അത് ഹൈപ്പോത്തിസിന് അനദർ പിന്നെ ഒരു 300 സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 290. ആ ഹൈപ്പോത്തിസിസ് 290 മീനുകളെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് 10 എണ്ണത്തെ തെറ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ എന്താണ്? എറർ രണ്ടാമത്തെ ഹൈപ്പോത്തിസിസിൽ കുറവാണ്. അപ്പോൾ എറർ അങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഹൈപ്പോത്തിസിൽ ഏത് ഹൈപ്പോത്തിസിസ് ആണോ ടെസ്റ്റിംഗ് സാമ്പിൾ അപ്ലൈ ചെയ്ത് വരുമ്പോൾ എറർ മിനിമം കാണിക്കുന്നത്, അങ്ങനെ ഒരു എറർ മിനിമം കാണിക്കുന്ന ഒരു ഹൈപ്പോത്തിസിസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ കൺസെപ്റ്റ് ക്ലാസ്, അതായത് ആ പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് ഡാറ്റ ഈസ് PAC പ്രോബബിളി അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ലേണബിൾ ആണെന്ന് പറയാം. ഇത് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എന്താണ്? നമ്മൾ പിന്നെയും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. റാൻഡമായിട്ട് സാമ്പിൾ എടുത്ത് ട്രെയിൻ ചെയ്ത് ഓരോ സമയത്തും നമ്മുടെ എറർ കൂടിയും കുറഞ്ഞും വരുന്നു. നമ്മൾ എററിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ്? ദ കൺസെപ്റ്റ് ക്ലാസ് ഈസ് നോട്ട് PAC ലേണബിൾ വിത്ത് റെസ്പെക്ട് ടു എനി ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. സോ ദിസ് ഈസ് ദി PAC ലേണബിലിറ്റി ഡെഫിനിഷൻ. ഞാനത് ഇച്ചിരിയും കൂടെ സിമ്പിളായിട്ട് ഈ ഒരു ഡയഗ്രത്തിൽ ഞാൻ പറയുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കും, ഈ നടുക്കുള്ള ഈ സംഭവമാണ് ആക്ച്വൽ കോൺസെപ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ഈ വലിയ കർവാണ്. ഓക്കെ, നമ്മൾ റാൻഡമായിട്ടുള്ള സാമ്പിൾ എടുത്ത് ഇതിനെ ട്രെയിൻ ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞ ഇതാണ്. ഓക്കെ, ഈ ഹൈപ്പോത്തിസിസിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഹൈപ്പോത്തിസിസിൻ്റെ റീജിയന് വെളിയിലുള്ള ഈ പ്ലസ് ഹൈപ്പോത്തിസിസ് ഇത് പോസിറ്റീവ് സാമ്പിളാണ്. അതിനെ ഈ റീജിയനിൽ വരുന്ന ടെസ്റ്റ് ഡേറ്റയെ എന്തായിട്ട് ഹൈപ്പോത്തിസിസ് കാണിക്കും? തെറ്റായിട്ട് കാണിക്കും. അതുപോലെ ഈ റീജിയനിൽ വരുന്ന എക്സാമ്പിൾസിനെ ഹൈപ്പോത്തിസിസ് തെറ്റായിട്ട് കാണിക്കും. സിമിലർലി ഈ റീജിയനിൽ വരുന്ന ഹൈപ്പോത്തിസിസിനെ തെറ്റായിട്ട് കാണിക്കും. ഈ റീജിയനിൽ വരുന്ന എക്സാമ്പിൾസിനെ ഹൈപ്പോത്തിസിസ് തെറ്റായിട്ട് കാണിക്കും. അപ്പോൾ ഐഡിയൽ കേസിൽ നമ്മൾ ഈ ഹൈപ്പോത്തിസിസ്
PSC ലേണബിൾ ആകണമെങ്കിൽ എന്താണ്, ഈ എറേഴ്സിൻ്റെ തോത് മിനിമം ആയിരിക്കണം. എറേഴ്സിൻ്റെ ഇത് മിനിമം ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈപ്പോത്തിസിസ് കർവ് ഈ ആക്ച്വൽ കോൺസെപ്റ്റ് ക്ലാസിൻ്റെ ഇതുമായിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിൽ മാത്രമേ ഇതിന് എറർ മിനിമം ആവത്തുള്ളൂ. സോ ദാറ്റ് ഈസ് ദ കേസ് ഫോർ PAC ലേണബിലിറ്റി. ഇനി സോ ദിസ് ഈസ് വൺ ഡെഫിനിഷൻ ഓഫ് PAC ലേണബിലിറ്റി. ഇനി നമ്മൾ വേറെ ഒരു അനദർ ഡെഫിനിഷൻ ഓഫ് PAC ലേണിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനത് അടുത്ത സെറ്റ് ഓഫ് ക്ലാസ്സിലോട്ട് തന്നെ ഇത് മാറ്റുകയാണ്. സോ ദിസ് ഈസ് ദ വൺ ഡെഫിനിഷൻ ഓഫ് PAC ലേണബിലിറ്റി. ഇത് കൂടാതെ ഒരു ഡെഫിനിഷൻ കൂടെയുണ്ട്. ദാറ്റ് വിൽ ബി ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, സോ താങ്ക് യു.